നെക്സ്റ്റ് എന്താണ്? ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്, ഒരു വേറെ രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഡെവലപ്മെന്റ് എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പേഴ്സണും എൻവയോൺമെന്റും, ഇറ്റ്സ് ദ ഇന്ററാക്ഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഹിസ് എൻവയോൺമെന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? അത് ക്വാളിറ്റേറ്റീവ് ആണ് അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദ ഫോം ഓഫ് ഇൻ ഫോം ആൻഡ് ഫങ്ഷൻസ്, അതായത് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ്. മൂന്നാമത്തത് എന്താണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് മെന്റൽ ആക്ടിവിറ്റീസ്, അതായത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. സോ ഇറ്റ് ഡീൽസ് നോൺ സ്റ്റോപ്പ്, ഫുള്ളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുൾ ഏജ് നമ്മുടെ ഗ്രോത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു തുടങ്ങി മരിക്കുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് എ പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ്. നമുക്കറിയാം ഡെവലപ്മെന്റൽ ഫേസസ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് ഇത് നടക്കും, അത് കഴിഞ്ഞ് ഇത് നടക്കും. സോ പ്രോഗ്രസീവ് ആയിട്ട് ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ സ്കിൽസ് അക്വയർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? കോംപ്ലെക്സ് പ്രോസസ്സസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് മെനി സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണെന്ന് പറഞ്ഞില്ലേ, കാരണം നമ്മൾ ഡിഫറെന്റ് ഡൊമൈൻസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. ഡിഫറെന്റ് ഡൊമൈൻസിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു സ്കിൽ അക്വയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റിംഗ് സ്കിൽ അക്വയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ലെറ്റേഴ്സ് അറിയണം അല്ലെ, നമുക്ക് ഫൈൻ ഗ്രിപ്പ് വേണം, ഫൈൻ മോട്ടോർ സ്കിൽസ് വേണം. സോ ഇതെന്താണ്? ഒരു കോംപ്ലെക്സ് പ്രോസസ് ആണ്, പല കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോംപ്ലെക്സ് പ്രോസസ് ആണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ഹാസ് ഗോട്ട് ഡിഫറെന്റ് റേറ്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. പല ആൾക്കാരിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് പല റേറ്റിലായിരിക്കും, ഒരേപോലെ അല്ല. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് അക്വസിഷൻ ഓഫ് ന്യൂ ഫീച്ചേഴ്സ് അറ്റ് ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ലെവൽസ്. അതായത് നമുക്ക് പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായി? സ്കിൽസ്, പുതിയ സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്തു. അത് ഫിസിക്കൽ ഡൊമൈനിലായിരിക്കാം, സോഷ്യൽ ഡൊമൈനിലായിരിക്കാം, ഇമോഷണലി ആയിരിക്കാം, അല്ലെങ്കിൽ കോഗ്നിറ്റീവ്ലി ആയിരിക്കാം. അതാണ് നമ്മുടെ ഡെവലപ്മെന്റ്. പിന്നെ എന്താ? ഇറ്റ്സ് എമർജിങ് ആൻഡ് എക്സ്പെൻഡിങ് കപ്പാസിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആണ് അല്ലെ. നല്ല ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ ഈ ഒരു സ്കിൽ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. നേരത്തെ പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് ഡയമെൻഷൻ? ഫിസിക്കൽ ഡയമെൻഷൻ. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? നമ്മൾ പറയുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെ. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധി റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. ഇമോഷണൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നത് ആണ് എന്ത്? ഇമോഷണൽ ഡെവലപ്മെന്റ്. സോഷ്യൽ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുമായിട്ട് നമ്മൾ എൻവയോൺമെന്റ് ആയിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണം, പിയർ ഗ്രൂപ്പിൽ എങ്ങനെ പെർഫോം ചെയ്യണം, വേറൊരു വീട്ടിൽ പോയി എങ്ങനെ പെരുമാറണം, അതാണ് എന്ത്? സോഷ്യൽ ഡെവലപ്മെന്റ്. മോറൽ എന്ന് പറയുന്നതോ നമ്മുടെ എത്തിക്സ് അല്ലെ, നമ്മൾ നമുക്കായി ക്രിയേറ്റ് ചെയ്യുന്ന ഇത് ശരിയാണ് ഇത് തെറ്റാണ് അങ്ങനത്തെയുള്ള ഡെവലപ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് കണ്ടു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് കണ്ടു, അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ്, പിന്നെ എന്താ കണ്ടത്? ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ്. സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്.